ഹായ് ഗായ്സ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങളൊരു ടൂറ് പോവുകയാണ് കോഴിക്കോടേക്ക് കടൽ കാണാൻ. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിവാരത്തെത്തി, ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പൊറോട്ട, ബീഫ് കറി, ചപ്പാത്തി, നെയ്റോസ്റ്റ്, മസാല ദോശ അങ്ങനെ വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. അങ്ങനെ ഞങ്ങൾ അടിപൊളി ബോട്ടിങ്ങിനായിട്ട് അകലാപ്പുഴ പറഞ്ഞ സ്ഥലത്തെത്തി. കൊയിലാണ്ടി ഭാഗത്താണേ. എല്ലാവരും കൂടി ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ വേണ്ട കടല മിഠായി വേണ്ടവർ കടല മിഠായി വാങ്ങിച്ചു, കടല വേണ്ടവർ കടല വാങ്ങിച്ചു, അങ്ങനെ സെവനപ്പ് വേണ്ടവർ സെവനപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അകലാപ്പുഴയിലേക്ക് ആ പാലത്തിലൂടെ മെല്ലെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഹാപ്പിയായി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി മെല്ലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരെയും ഒന്ന് പകർത്തിയാലോ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറയിൽ ഇവരെല്ലാവരെയും ഒന്ന് പകർത്തിയെടുത്തു. അങ്ങനെ ഞാൻ അകലാപ്പുഴയോട് ഹായ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബോട്ടിലേക്ക് യാത്ര ചെയ്തു. ആ ബോട്ട് ഒന്നാണ്. ഈ കടലും കായലും ബോട്ടിങ്ങും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അകലാപ്പുഴയിലെ ആ ബോട്ടിംഗ് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായി പതുക്കെ ഞങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാലത്തിലൂടെയൊക്കെ ഇങ്ങനെ തിരിച്ചു വന്ന വഴിയുടെ തന്നെ പാലത്തൂടെ ഇങ്ങനെ കടന്നു. ഞാൻ എൻ്റെ ക്യാമറ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് പറയാൻ പറ്റാത്ത അത്രയും നല്ല സൂപ്പർ ഊണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയും നല്ല ഊണ്. ആ ഊണിന് എന്തൊക്കെയായിരുന്നു, പായസമുണ്ട്. ഞങ്ങൾ ചിക്കൻ വറുത്തത് മാത്രം സ്പെഷ്യലായി മേടിച്ചു. പിന്നെ അവിടെ തന്നെ ആർട്ട് ഗാലറി പറഞ്ഞൊരു പ്രോഗ്രാം ഇതുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ കയറി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയത് കണ്ടു. വാങ്ങേണ്ടവർ വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്ത് ഫോട്ടോസ് എടുക്കാനുള്ള നല്ല സ്പേസ് ആയിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും അവിടുന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഒരുപാട് ഗാലറി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കാണാൻ വേണ്ടി കയറി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൈത്തറി തിന്നുന്ന ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ആ ബീച്ച് വയനാടുകാർക്ക് മറക്കാൻ പറ്റാത്ത ബീച്ചാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ